അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ പരിശോധനകൾ തുടരുകയാണ്. തകർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായി മാറ്റും. മരിച്ചവരെ തിരിച്ചറിയാനുള്ള DNA പരിശോധന പുരോഗമിക്കുകയുമാണ്. അപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിൽ തുടരുകയാണ്. അഹമ്മദാബാദിലെ BJ മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മുടെ വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണുവും ഇപ്പോഴും ഈ ചോദ്യത്തിന് ഉത്തരവില്ല. മേഡേ മേഡേ മേഡേ, നോ പവർ നോ ട്രസ്റ്റ് എന്ന അവസാന സന്ദേശത്തിന്റെ വിവരമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ബ്ലാക്ക് ബോക്സ് സ്വർണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അപകടത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം എന്നതിൻ്റെ സൂചന നമുക്ക് എപ്പോൾ ലഭ്യമാകും? രണ്ട്, നമ്മുടെ കേരളത്തിൻ്റെ വേദന, പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ കാര്യങ്ങൾ, സഹോദരനോട് സംസാരിക്കാൻ കഴിഞ്ഞോ? എന്താണ് അദ്ദേഹം പറയുന്നത്? വിഷ്ണു. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. എഞ്ചിൻ തകരാർ എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രാഥമിക വിവരവും ഈ അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടില്ല. പ്രത്യേകിച്ച് ബ്ലാക്ക് ബോക്സിന്റെ ഡീകോഡിംഗ് അടക്കം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ ചില ശബ്ദ സന്ദേശങ്ങളൊക്കെ മാത്രമാണ് പുറത്തേക്ക് വന്നത്. പക്ഷേ അതും ഒരു സ്ഥിരീകരിക്കാവുന്ന വിവരത്തിലേക്കൊന്നും ഇപ്പോഴും എത്തിയിട്ടില്ല. നിലവിൽ ഈ അപകടം നടന്ന സ്ഥലത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയും അതോടൊപ്പം മറ്റ് ഏജൻസികളും ഒക്കെ പരിശോധന നടത്തുന്നുണ്ട്. ഇന്നലെ ഈ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിമാനത്തിന്റെ അവശിഷ്ടം അവിടെ നിന്ന് ആ അപകടം സംഭവിച്ച ആ കെട്ടിടത്തിൽ നിന്ന് താഴെ എന്നുള്ളതാണ്. ഇനി അത് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകും. അന്വേഷണത്തിന് അടക്കം ഭാഗമാകേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതിൽ വിശദമായ പരിശോധന അടക്കം നടത്തും. ഇപ്പോഴും അതവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. കൂടുതൽ വാഹനങ്ങൾ എത്തിച്ച് അവിടെ നിന്ന് മാറ്റാനുള്ള സമയം ഉണ്ടാകും. മാധ്യമങ്ങൾക്കടക്കം അങ്ങോട്ടേക്ക് എത്തുന്നതിൽ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വിലക്ക് ഉണ്ട്. അവിടെ 1.5 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച് ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് BJ മെഡിക്കൽ കോളേജിലാണ്. ഇവിടെ ഈ DNA പരിശോധനാ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 248 പേരുടെ സാമ്പിളാണ് ഇതുവരെ ശേഖരിച്ചിരിക്കുന്നത്. ബാക്കി ആളുകളൊക്കെ വിദേശികളാണ്. അതുകൊണ്ട് അവരെത്തി സാമ്പിളുകൾ നൽകേണ്ട സാഹചര്യമൊക്കെ ഉണ്ട്. നിലവിൽ തദ്ദേശീയരുടെയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗത്തുള്ള ആളുകളുടെ 248 പേരുടെ സാമ്പിൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനകൾ ആരംഭിച്ചു. 48 മുതൽ 72 മണിക്കൂർ വരെയാണ് സാധാരണ DNA പരിശോധനാ ഫലം വരാനെടുക്കുന്ന സമയം. അതുമായി ബന്ധപ്പെട്ട് ചില പ്രതിഷേധങ്ങളൊക്കെ ആശുപത്രിയിൽ ഇന്നലെ ഉണ്ടായിരുന്നു. ചില ആളുകളൊക്കെ എത്തി ഇത് വൈകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധങ്ങളൊക്കെ നടത്തി. പക്ഷേ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് അതിന് ചെറിയ സമയമെടുക്കും. ആ സമയത്തിനപ്പുറത്തേക്ക്, അതായത് പരിശോധനാ ഫലം വന്നാൽ മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല, അധികം വൈകിപ്പിക്കാതെ തന്നെ മൃതദേഹങ്ങൾ വിട്ടു നൽകാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും സങ്കടം നിറഞ്ഞത് രജിതയുമായി ബന്ധപ്പെട്ടുള്ള നിൽക്കുന്ന കാര്യങ്ങളാണ്. രജിതയുടെ സഹോദരൻ ഇന്നലെ രാവിലെ തന്നെ എത്തി ബ്ലഡ് സാമ്പിൾ നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്നോ നാളെയോ ഇവിടെ നിന്ന് രജിതയുടെ ഭൗതികദേഹവുമായി തിരികെ നാട്ടിലേക്ക് മടങ്ങാനാകും എന്നാണ് ലഭ്യമാകുന്ന വിവരം. അദ്ദേഹം ഇന്ന് ആശുപത്രിയിലേക്ക് എത്തിയിട്ടില്ല. ഹോട്ടൽ മുറിയിലാണുള്ളത്. അദ്ദേഹത്തിന് വേണ്ടി സൗകര്യങ്ങളൊക്കെ മലയാള സമാജം, കേരള സമാജം ആളുകളൊക്കെ ഒരുക്കി നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കർശനമായ നിർദ്ദേശങ്ങളൊക്കെ ആരോഗ്യവകുപ്പും സംസ്ഥാന സർക്കാരും ഒക്കെ നൽകുന്നുണ്ട്. ആർക്കും ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. ഇന്നലെ ചെറിയ സംശയങ്ങളൊക്കെ നിലനിന്നിരുന്നത് ഈ ഹോസ്റ്റലിനുള്ളിൽ കൂടുതൽ ഡോക്ടർമാർ ഏതെങ്കിലും തരത്തിൽ മരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. അതിലും ഒരു വ്യക്തത വന്നു. അവർ തന്നെ അക്കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായ മറുപടി നൽകി. 4 പേരാണ് മരിച്ചത്. അതിൽ കൂടുതൽ ആളുകളെ കാണാനില്ല എന്ന അനൗദ്യോഗിക വിവരങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ അങ്ങനെയില്ല, കാണാതായിട്ടില്ല, ആരെയും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടില്ല. 20ഓളം പേർ പരിക്കേറ്റിരുന്നു. അതിൽ 12 പേർ ആശുപത്രി വിട്ടു എന്നുള്ള വിവരവും ഈ ഡോക്ടർമാരുടെ സംഘടന തന്നെ വ്യക്തമാക്കിയിരുന്നു. ഒരുപക്ഷെ 2 പതിറ്റാണ്ടിനിടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തമാണ്. ഇനി അതിന്റെ അന്വേഷണ നടപടിയിലേക്കാണ് കടക്കുക. എന്താണ് കാരണം എന്ന് അറിയണം ഹാഷ്മി. ഓക്കെ, ഇപ്പോഴും പലതരത്തിലുള്ള തിയറികൾ കേൾക്കുന്നുണ്ട്. ഓരോരുത്തരും ആ മേഖലയുമായി ബന്ധമുള്ള അതിൽ പരിചയമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് കൂടുതൽ പറയുന്നത്. പല രീതിയിൽ പറയുന്നു. അത് ഈ പറയുന്ന ലാൻഡിംഗ് ഗിയർ ആണോ, അല്ലെങ്കിൽ ഫ്ലാപ്പ് നേരെ ഇരുന്നതാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന വിമാന ഇന്ധനം എഞ്ചിനിലേക്ക് എത്താതിരുന്നതാണോ, എഞ്ചിൻ ഫെയിലർ ഉണ്ടായത് എങ്ങനെയാണ്, ബെഡ് ഹീറ്റ് ആണോ, മെക്കാനിക്കൽ ഫെയിലർ ആണോ തുടങ്ങിയ ചർച്ചകൾ ഇപ്പോഴും ആ മേഖലയിൽ തുടരുന്നുണ്ട്. പക്ഷേ കൃത്യമായ പരിശോധന കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായി എന്താണ് എന്നറിയാനും കഴിയുകയുള്ളൂ.